അവരുടെ ഡിഗ്നിറ്റിയാണ് ഇന്ന് ഈ വിധി ബാധിച്ചിരിക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു വിധി വരാതിരിക്കട്ടെ ഈ ഭൂമിയിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി എന്താ പറയാ, അതിനുവേണ്ടിയുള്ള ഒരു തീരുമാനങ്ങളെല്ലാം ജുഡീഷ്യറിയുടെ വസ്തുന്നു വരട്ടെ. കാരണം ഇനി ഇത് അപ്പീൽ പോകാം. ഇവിടെ തന്നെ ഒരു ശരിയായ വിധിയാണെങ്കിൽ അപ്പീൽ കോടതിയിൽ ഇനി അത് വെറുതെ കേസുകൾ ട്രാക്ക് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ വരില്ലേ? ഇപ്പം നേരത്തെ ജനങ്ങളുടെ ഇമോഷൻ അനുസരിച്ച് കോടതിക്ക് വിധി പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് മറുവശമുണ്ട്. തെറ്റായ വിധികളിൽ അപ്പീൽ പോകുമ്പോൾ ഹയർ കോടതികളിൽ സമയം ഡ്രാഗ് ചെയ്യപ്പെടും. ആ പ്രതിയാണെന്ന് കണ്ടുപിടിക്കുമ്പോൾ ആ പ്രതിയാണ് എന്ന് ഹയർ കോടതി, ഹൈക്കോടതി പോലെയുള്ള കോടതികൾ ശിക്ഷിക്കപ്പെടുമ്പോൾ അവിടെ കീഴ്ക്കോടതിയിൽ കടന്ന സമയവും അവിടെ ഉണ്ടായ അവർക്കുണ്ടായ മാനനഷ്ടവും ആര് സഹിക്കും? ഇനി വീണ്ടും ഡ്രാഗ് ചെയ്യപ്പെടില്ലേ കേസ്? സുപ്രീം കോടതി വരെ നിങ്ങൾക്ക് പോകാമെന്നുള്ളതല്ലേ? അപ്പൊ വൈകി എത്തുന്ന നീതി എപ്പോഴും നീതി നിഷേധമാണ്. 1000 കുറ്റവാളികൾ രക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നാണ് നമ്മുടെ നിയമത്തിന്റെ എത്തിക്സ്. അപ്പൊ അതുകൊണ്ട് നീതിയുക്തമായ വിധികൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി സമയമെടുക്കുന്നുണ്ടെങ്കിൽ കോടതി പ്രതി ശിക്ഷിക്കുക തന്നെ വേണം എന്ന് തന്നെയാണ് എനിക്ക് പ്രാർത്ഥനയുള്ളത്. എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല. അവര് വിവിധ മേഖലയിലുള്ള ആളുകളാണ്. അവരോടെല്ലാം ഈ നിമിഷത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. എല്ലാവരോടും ഒരുപാട് സന്തോഷം. ദിലീപ്, ആരാണ് ഈ ഗൂഢാലോചനയിൽ പങ്കാളികൾ? ദിലീപ്, ഈ ഗൂഢാലോചനയിൽ പങ്കാളികൾ ആരാണ്? ദിലീപ് ഇതിലേക്ക് കൊണ്ടുവരാൻ പ്രോസിക്യൂഷൻ ഒരുപക്ഷെ കഴിഞ്ഞിട്ടില്ലായിരിക്കും എന്നാണ് അനുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിധി ഇത്തരത്തിൽ വന്നിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ആക്രമിച്ചു എന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ മാത്രമാണ്. തെളിവ് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ കോടതി അപ്പോ അതിൽ അഭാവം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പൊ തെളിവ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഈ സമയത്ത് ഈ വിധിയെ പറ്റി എന്തെങ്കിലും അഭിപ്രായം പറയുന്ന അനുചിതമാണ്. കാരണം ഈ വിധി പൂർണ്ണമായിട്ട് പുറത്തേക്ക് വന്നിട്ടില്ല. ഇവർ എല്ലാവരും ഇപ്പൊ ആകെ വിധിയുടെ ഫൈനൽ രൂപം മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. അതായത് ഇന്നയാളെ ശിക്ഷിച്ചു, ഇന്നയാളെ വെറുതെ ഇനി ഫോർവേഡ് ചെയ്യാൻ പറ്റും. അല്ല, ഇനി ആ വിധിയുടെ ഇത് അനലൈസ് ചെയ്യണ്ടേ? എങ്ങനെയാണ് കോടതി ഈ കണ്ടെത്തലിലേക്ക് എത്തിയത് എന്നുള്ളത് ഇവിടെ കൂടിയിട്ടുള്ള ആർക്കും ഒരു ധാരണയില്ല. എങ്ങനെയാണ് അവർ അതില്ലാതെ തന്നെയാണ് നമ്മൾ ഇതിന് അനുകൂലമായും എതിരായും ഒക്കെ അഭിപ്രായം പറയുന്നത് ശരിയേ അല്ല. അത് പൂർണ്ണമായി കൈ കിട്ടിയതിന് ശേഷം മാത്രമേ പറയാൻ പാടുള്ളൂ. അതാണ് നമ്മൾ നിയമം കൈകാര്യം ചെയ്യുന്ന ആളുകളാവട്ടെ സാധാരണ ആളുകളാവട്ടെ ഇതിന്റെ പൂർണ്ണ രൂപം കയ്യിലേക്ക് കിട്ടി എങ്ങനെയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നതെന്ന് പഠിച്ചതിന് ശേഷമാണ് അഭിപ്രായം പറയേണ്ടത്. നമ്മളിപ്പോൾ അതല്ലല്ലോ ചെയ്യണത്. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് വിധി വന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് വിധി വന്നു. ആഗ്രഹത്തിനനുസരിച്ച് വിധി വന്നുകൊണ്ട് ആഹ്ലാദവും, ആഗ്രഹത്തിനനുസരിച്ച് വിധി വന്നില്ല എന്നുകൊണ്ട് സങ്കടവും പ്രകടിപ്പിക്കേണ്ട സമയമല്ല. പുരുഷന്മാർക്ക് കൂടെ നീതി കിട്ടേണ്ടതുണ്ട്. അവൻ എന്ത് തെറ്റ് ചെയ്തു ഇവർ പറയണത്? അങ്ങനെയാണെങ്കിൽ കോടതിയും നിയമസംഹിതയും നമുക്ക് ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. കഴിഞ്ഞ 8 വർഷക്കാലം ഈ ട്രോമയിലൂടെയല്ലേ പ്രതികൾ കടന്നു പോയിരിക്കുന്നത്. അല്ല, അവര് അക്യൂട്ട് ചെയ്തപ്പെട്ടപ്പോ ഇത്രമാത്രം പ്രൊവോക്കേറ്റഡ് ആവേണ്ട കാര്യം തിരിക്കണം. അല്ല, അപ്പൊ ഗിൽറ്റി ആണെന്ന് പ്രൂവ് ചെയ്തു 1 to 6. പക്ഷെ അവരുടെ മോട്ടീവ് ഒന്നും പറഞ്ഞിട്ടില്ല. ഡയറക്റ്റ് എവിഡൻസ് ഉണ്ടെങ്കിൽ കോടതിക്ക് ശിക്ഷിക്കാൻ പറ്റുള്ളൂ. അവർക്ക് അതിനുള്ള മോട്ടീവ് ഉണ്ടായിരിക്കണം. മോട്ടീവ് ഇല്ലാത്തോടത്തോളം കാലം കോടതിക്ക് എങ്ങനെ ഇത് ഡയറക്റ്റ് എവിഡൻസ് ഇല്ല. അല്ല, അപ്പൊ ഞാൻ 1 മുതൽ 6 വരെ ശിക്ഷിച്ചല്ലോ, അതിന്റെ മോട്ടീവ് എന്താ പറയുന്നത്? അത് അവര് തീരുമാനിക്കട്ടെ. പ്രതികളാണെന്ന് കാണുന്നവരെയല്ലേ ശിക്ഷിക്കുള്ളൂ കോടതി. പ്രതികളല്ലാന്നുള്ള അവരെ വെറുതെ വിടും. അത് നിയമമല്ലേ. നീതിയുക്തമായ വിധി തന്നെയാണ് നടപ്പായിരിക്കുന്നത്. അതിൽ യാതൊരു മാറ്റവും. അവർക്കുമുണ്ട് അവകാശങ്ങൾ, പ്രതികൾക്കുണ്ട്. ഇതൊരിക്കലും ഒരു മോശമായ വിധിയാണെന്ന് പറയാൻ പറ്റില്ല. കോടതിയെ നമ്മൾ കുറ്റപ്പെടുത്തുന്ന രൂപത്തിലാണ് നേരത്തെ കടന്നുപോയ വക്കീൽ പറഞ്ഞത്. അതെങ്ങനെ ശരിയാവുക? കോടതി വിവിധ വശങ്ങൾ പഠിച്ച് ഇത്രയും കാലം എടുത്തിട്ടാണ് വിധി പറയുന്നത്. അപ്പൊ കോടതിക്ക് വലിയ വീഴ്ച വന്നെന്ന് നമ്മൾ അങ്ങനെ പുറത്തിറങ്ങി നിന്നിട്ട് ഒരു വക്കീല് ചുമ്മാ അങ്ങോട്ട് വിളിച്ച് പറയാന്ന് പറയുന്നത് ഒരു മാന്യതയാണ്.